ഹലോ ഗൈസ്, അപ്പോൾ ദേ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അമ്മ ഞാൻ വരുന്നത് കാത്തിരിക്കും കുറേ പണികളായിട്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ പറയും നമുക്കത് ചെയ്യണം മോളെ, നമുക്കിത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ വരവിൽ കാത്തിരുന്ന ഒരു പണിയായിരുന്നു ഈ മരം മുറിക്കൽ. അതൊരു കൊന്നമരമായിരുന്നു കേട്ടോ, നമ്മുടെ സീമക്കൊന്ന എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ആ ഒരു മരമായിരുന്നു. അപ്പോൾ അത് അവിടെ വെറുതെ പടർന്ന് പന്തലിച്ച് പോയി. അമ്മ ജസ്റ്റ് ഒന്ന് അഴക്കി കിട്ടാൻ വേണ്ടി നട്ടതായിരുന്നു. പക്ഷേ സീമക്കൊന്ന ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലുതായി പടർന്ന് ഒരു വലിയൊരു മരമായി മാറി. അതിപ്പോൾ അയൽവക്കക്കാർക്ക് എല്ലാവർക്കും ഇത്തിരി ഡിസ്റ്റർബൻസും ആണ്. അപ്പോൾ എന്തായാലും അതിനെ കടയോട് കൂടി ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിന് നമ്മുടെ വേപ്പുമരം അത് വല്ലാണ്ട് വലുതായി നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ നന്നായി തളിർത്ത് വരും, മഴക്കാലമല്ലേ. അപ്പോൾ അങ്ങനെ ഈ രണ്ട് പണികളാണ് അമ്മ ഈ പ്രാവശ്യം എൻ്റെ വരവിന് വേണ്ടി കാത്തു വെച്ചിരുന്നിരുന്നത്. അപ്പോൾ ഞാൻ കയറി വെട്ടാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞു കുഞ്ഞു കൊമ്പുകളൊക്കെ വെട്ടിയപ്പോൾ വളരെ സുഖമായിരുന്നു. പിന്നെ നമ്മുടെ വെട്ടോത്തിക്കാൻ ഇത്ര മൂർച്ചക്കുറവുണ്ടായിരുന്നു, ഇത്തിരി മൂർച്ചക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ വെട്ടി. പിന്നെ നല്ല വള്ളികളും എല്ലാം പടർന്നിരിക്കുകയാണ്. വെട്ടി കൊമ്പൊന്നും വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ വെച്ചാൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം. അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് വെട്ടലൊക്കെ തുടങ്ങി, വെട്ടി ചവിട്ടിയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് വെട്ടൽ തുടങ്ങി പകുതി ആയിപ്പോയിക്കുന്നത് എന്നെ ഉറുമ്പ് കടിച്ച് ഞാൻ പോയത് ഡ്രസ്സൊക്കെ മാറി വന്നു, വീണ്ടും നമ്മുടെ പണിയിലേക്ക് കിടന്നു. ഇപ്പോൾ ഇതൊരു ദിവസം മുഴുവൻ എടുത്തൊരു പണിയാണ് കേട്ടോ, മരം മുറിക്കൽ എന്ന് പറയുന്നത്. ആ ദിവസം കൊണ്ട് തന്നെ ഞാൻ 2 മരം മുറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം വെട്ടി. പിന്നെ വെക്കേഷനല്ലേ, ബാക്കിൽ പിള്ളേരെ പൊരിഞ്ഞ കളിയാണ്. കുറേ പിള്ളേർ വന്ന് കൂട്ടം കൂടിയിരുന്ന് കളിക്കണം. അങ്ങനെ അവർ ഉച്ചയൂണ് കഴിഞ്ഞ് വീണ്ടും കളിക്കാനിറങ്ങിയ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറേ നേരം എൻ്റെ വെട്ടലും എൻ്റെ അഭ്യാസം കണ്ട് കുറേ നേരം നോക്കിക്കാം. പിള്ളേരെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പിള്ളേരാണ് കേട്ടോ, 5, 6, 7 പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഞാൻ കുറേ നേരം ഇന്ന് വെട്ടി. പിന്നെ വലിയ കൊമ്പുകൾ വെട്ടിയിട്ടിട്ട് അതിൻ്റെ ചെറിയ കൊമ്പുകൾ ഇങ്ങനെ ഇറക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വള്ളിയായിട്ട് ഒന്നും. അപ്പം ഞാൻ വെട്ടുന്നതിനനുസരിച്ച് അമ്മ അടിയിൽ നിന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. അപ്പം എൻ്റെ മോൾ ഉറങ്ങിയ സമയം നോക്കിയിട്ടാണ് നമ്മൾ ഈ വെട്ടലിന് ഇറങ്ങിയത്. പിന്നെ അവളെ എണീറ്റു. അപ്പം നമ്മൾ കസാരയിലിരുത്തി സമാധാനിപ്പിച്ചിരുത്താണ് കേട്ടോ. ആളോട് അവിടെ ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടിരുത്തിയിരിക്കും, അല്ലാതെ ആളിരിക്കില്ല കേട്ടോ. നമ്മൾ ചെയ്യണം, നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഞാൻ ചെറിയ ചില്ലകളൊക്കെ വെട്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ കുറേ നേരം വെട്ടണം കണ്ടിട്ട് ലാസ്റ്റ് പിള്ളേർക്ക് എന്നോട് ദയ തോന്നിയിട്ടാണ്, ചേച്ചി ഞങ്ങൾ വെട്ടി തരണോ എന്ന് വന്ന് ചോദിച്ചു ഒരുത്തൻ. അവനതിന് മരം കയറാനൊക്കെ നല്ല വിദഗ്ധൻ. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ ആയുധം അവന് കൈമാറിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അവൻ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ മരം മൊത്തം ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മരം മൊത്തം 2 മരം മുറിച്ചു, നമ്മൾ വേപ്പുമരം മുറിച്ചു, ഇതും മൊത്തം കട മാത്രം നിർത്തിയിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.